ഫുജേറിയയിൽ നിന്നുള്ള പ്രത്യേക ചാർട്ടർ വിമാനം ഇന്നിപ്പോൾ പുലർച്ചെ 4:30 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് അറിയാം എങ്ങനെയാണ് യാത്രക്കാരുടെ ഒരു പ്രതികരണമെന്ന്. അശ്വതി ചേരുകയാണ്. അശ്വതി, 4:30 ഇപ്പോൾ നെടുമ്പാശ്ശേരിയിൽ എത്തിയിരിക്കുകയാണ് ഫുജേറിയയിൽ നിന്നുള്ള ചാർട്ടർ വിമാനം. യാത്രക്കാർ എന്താണ് അവരുടെ ഒരു അവസ്ഥ, അവരുടെ പ്രതികരണം? ഈ നടി സ്വാസിക അടക്കമുള്ളവർ ആ ഫ്ലൈറ്റിലുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്താണ് ഒരു പ്രതികരണങ്ങളൊക്കെ? It's not like heavy panicky situation is not there, but still we are from India, no? So we are from other countries. Definitely they will get little panicked. She went alone actually. So yeah, that's the main thing. So if I was there, no, she would have been more calm or composed. So otherwise situation is okay, normal there. People the are government working. is supporting the people, so everything is all right over there. And suddenly like Akbar Travel, they support us. So many people get relieved from that space. അശ്വതിയിലേക്കാണ്. അശ്വതി, സ്വാസികയുടെ അടക്കമുള്ള പ്രതികരണം കേൾക്കുകയാണ്. ഈ അത്ര വലിയ, നമ്മളിവിടെ ഈ പറയുന്നത് പോലെ അത്ര വലിയൊരു പാനിക്കായ സിറ്റുവേഷൻസ് ഒന്നും അവിടെയില്ല. പക്ഷേ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അത് പാലിച്ച് തന്നെ മുന്നോട്ട് പോകണമെന്ന സാഹചര്യം എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് മറ്റ് യാത്രക്കാരടക്കം പ്രതികരിക്കുന്നത്? സ്വപ്ന സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഈ വിഷയത്തിലുള്ളത്. അതായത് അവിടെ പ്രശ്നങ്ങൾ ഒന്നും അങ്ങനെ ആളുകളെ ബാധിക്കുന്നില്ല എന്നതാണ് പലരും വ്യക്തമാക്കുന്നത്. പക്ഷേ ചിലർക്ക് ആശങ്കകളുണ്ട്. എന്തായാലും അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ, പ്രത്യേകിച്ച് ടിക്കറ്റ് എടുത്തിട്ട് കേരളത്തിലേക്ക്, ഇന്ത്യയിലേക്ക് വരാൻ സാധിക്കാത്ത ആളുകൾ, ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ വിനോദസഞ്ചാരത്തിനും അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്കും ഒക്കെ ആയിട്ട് അവിടെ നിന്ന് സമയം കഴിഞ്ഞിട്ടും ഇവിടേക്ക് എത്താൻ സാധിക്കാത്ത, ദിവസങ്ങൾ പ്ലാൻ ചെയ്ത ദിവസങ്ങൾ കഴിഞ്ഞിട്ടും തിരിച്ച് വരാൻ സാധിക്കാത്ത ആളുകൾ, ഇവർക്കൊക്കെയാണ് ഇപ്പോൾ അടിയന്തരമായിട്ട് ഇവരെയൊക്കെയാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. അതിന് പ്രത്യേക വിമാന സർവീസുകൾ ഇപ്പോൾ ഏർപ്പാടാക്കിയിരിക്കുകയാണ്. മാത്രമല്ല ഇന്ത്യയിൽ ഈ സർവീസുകളുടെ എണ്ണത്തിൽ കഴിഞ്ഞ ദിവസത്തേക്കാൾ കൂടുതൽ വർധനവുണ്ടായിരിക്കുന്നു. ഇന്നും വിമാനങ്ങൾ കൂടുതലായിട്ട് സർവീസുകൾ നടത്തുന്നു. ഇങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇന്ത്യയിലേക്ക് സുരക്ഷിതരായി എത്തുന്നു എന്നതാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ നെടുമ്പാശ്ശേരിയിൽ എത്തിയത് അക്ബർ ട്രാവൽസിന്റെ സർവീസുകളാണ്. അവർ ആണ് നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത്. കൊച്ചിയിലേക്ക് ഉള്ള വിമാനത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 186 പേരാണ് രാവിലെ എത്തിയത്. അതുപോലെ തന്നെ മുംബൈയിലേക്കും സർവീസ് ഉണ്ടായിരുന്നു. അവിടേക്ക് 187 യാത്രക്കാരും ഉണ്ടായിരുന്നു. പ്രത്യേക ചാർട്ടർ വിമാനത്തിലാണ് ഈ കൊച്ചിയിലേക്കും മുംബൈയിലേക്കും സർവീസുകൾ നടത്തിയിരുന്നത്, ഇന്ന് രാവിലെ നടത്തിയിട്ടുള്ളത്. അങ്ങനെ നിരവധി ആളുകൾ ഇവിടേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നോർമൽ സർവീസുകൾ അല്ലാതെ ഇത്തരം പ്രത്യേക സർവീസുകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൂടുതൽ ആളുകൾക്ക് UAE അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്കൊക്കെ വരാനുള്ള ഒരു സാഹചര്യം നിലവിൽ ഉണ്ട്. ഒപ്പം തന്നെ ഈ പ്രതിസന്ധി ഘട്ടങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വലിയ സമ്മിശ്രമായ പ്രതികരണങ്ങൾ, അത് യാത്രക്കാരെ ഒന്നും വലിയ തോതിൽ ബാധിക്കുന്നില്ല എന്നതാണ് ആദ്യമായിട്ട് അവരിൽ നിന്നൊക്കെ നമുക്ക് ലഭ്യമാകുന്ന പ്രതികരണങ്ങൾ. സ്വപ്ന, ഇന്നലെ 17,000-ഓളം പേരെ തിരിച്ചെത്തിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ 27,000 പേരെ കൂടി ഈ വരുന്ന ദിവസങ്ങളിലായി, വരുന്ന മണിക്കൂറുകളിലായി രാജ്യത്തേക്ക് തിരിച്ചെത്തിക്കുമെന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. എന്തായാലും യുദ്ധം ഉടനൊന്നും അവസാനിക്കില്ല എന്ന റിപ്പോർട്ടുകൾ തന്നെ പുറത്തു വരുന്നു. കാരണം ചർച്ചയുടെ സാഹചര്യം ഒരിടത്തു നിന്നും തെളിയുന്നില്ല, ഇടപെടലുകളും ഉണ്ടാകുന്നില്ല.